ഹലോ. നമ്മുടെ മലയാളത്തിലെ തന്നെ ഏറ്റവും മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു സിനിമയാണല്ലോ ദൃശ്യം. ദൃശ്യം സീരീസിലെ എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് DFS കണ്ടത് പ്രൗഡ്ലി പറയാലോ അത് ദൃശ്യം തന്നെയാണ്. അത് ഒരു ജസ്റ്റ് ഒരു സാധാ ആൾക്കാർ ഫാമിലി സിനിമ എന്ന രീതിയിൽ ആ ലേബലിൽ പോയി കണ്ട് മലയാള സിനിമയിൽ തന്നെ ഇത്തിരി ബെഞ്ച് മാർക്കായി പോയ ഒരു പടമാണ് ദൃശ്യം. ഇന്ന് ഈ കാണുന്ന ഇപ്പം അവസാനം ഇൻഡസ്ട്രിയായ വാഴ, അതുപോലെ അതിന് മുമ്പായ ലോകയാണെങ്കിലും തുടരുമാണെങ്കിലും അതിനു മുമ്പ് ലൂസിഫർ, പുലിമുരുകൻ, ഒപ്പം, അങ്ങനെ ഈ ഒട്ടനവധി പടങ്ങൾ ഈ കോടിക്കണക്കുകളും ഇതിലും എല്ലാത്തിലും ഇങ്ങനൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ കാരണക്കാരനായ നമ്മുടെ ദൃശ്യം. അതാണ് മലയാള സിനിമ 2013 ദൃശ്യത്തിന് മുമ്പും ദൃശ്യത്തിന് ശേഷം അങ്ങനെ അറിയപ്പെടുന്ന ഒരു കാലഘട്ടം ആയിത്തീർന്നതിന് ജിത്തു ജോസഫ്, മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദി, അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ബെസ്റ്റസ്റ്റ് എവർ, ഗോഡ്, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ 3ാം ഭാഗത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ അറൗണ്ട് 8 മിനിറ്റിന് മുകളിലായിട്ടുണ്ട് ഇതിൻ്റെ ട്രെയിലർ അല്ല, ടീസർ റിലീസായിട്ടുണ്ട്. സോ നമുക്കത് ഓൺ ടൈം ഇത് കണ്ടു നോക്കാം. റിവ്യൂ, ദിസ് ഈസ് മൈ ഫസ്റ്റ് റിവ്യൂ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, നമുക്കൊന്ന് ട്രെയിലർ കണ്ടിട്ട് വരാവേ. ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥി വന്നു. ഞങ്ങളുടെ പൂർവാംശീകരമാക്കാൻ കേൾക്കുന്നതെത്തില്ല. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. It's like a case that is closed but will never close. സത്യത്തിൽ നമ്മൾ അയാളെന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അയാൾ നമ്മളെ. ചിന്തിച്ചപ്പോൾ മുന്നിൽ തുടങ്ങിയതാണ് എന്റെ ജീവിതം. സ്വന്തം എന്ന് പറയാൻ കാര്യമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. റിലീസിങ് ഓൺ 21st May 2006. ഓ, ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇനി ബാലൻസ് വല്ല ഉണ്ടോ? അല്ല, 1 മിനിറ്റ് 50 സെക്കൻഡിൻ്റെ ടീസറായിരുന്നു കണ്ടു കഴിഞ്ഞത്. ഒന്നും വിട്ട് തന്നിട്ടില്ല കേട്ടോ. ജിത്തു ജോസഫ് നല്ലൊരു എഡിറ്റായിട്ടുണ്ട്. ഒന്നും വിട്ട് പറഞ്ഞിട്ടില്ല. സംഭവം ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അവസാനിപ്പിക്കുന്ന ഒരു സംഭവം പോലെ. ദൃശ്യം 2ൻ്റെ ട്രെയിലർ കണ്ട ഒരു ഓർമ്മ, കുറച്ചെന്തൊക്കെയോ അതിലൊരു ഇതുള്ള പോലെ തോന്നിയിരുന്നു. പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ജസ്റ്റ് ഒരു ജിത്തു ജോസഫ് പറഞ്ഞ പോലെ ഒരു ഫാമിലി മൂവി. ഇയാൾ എന്തായിരിക്കാം ഇയാളുടെ ലൈഫ് ഇതുകൊണ്ട് എൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, പെടാതിരിക്കാം. സോ ഇതിനെ ബേസ് ചെയ്ത് കുറേ മർഡേഴ്സും കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് നിങ്ങൾക്കറിയാലോ. ദൃശ്യം മോഡൽ. സോ നിങ്ങളെല്ലാവരെയും പോലെ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഈ ഒരു കേസ് എങ്ങനെ ക്ലോസ് ആവും, അതോ ആവില്ലേ? എപ്പോഴും നമ്മുടെ ജോർജ് കുട്ടി പിടിക്കപ്പെടാതിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്.
അത് പിന്നെ ഇല്ലാണ്ടിരിക്കില്ലല്ലോ. സോ നല്ലൊരു ടീസറായിട്ടുണ്ട്, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ആരെയും വലിയ രീതിയിൽ എടുത്ത് കാണിച്ചിട്ടില്ല, പക്ഷെ അതിൽ എനിക്ക് വലിയ രീതിയിൽ ഡീകോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എസ്തറിൻ്റെ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊന്നും അത്രയ്ക്കും മൈന്യൂട്ടായിട്ട് അത്ര നോക്കിയപ്പോൾ അത് അത്രയ്ക്കും നല്ലതായിട്ട് തോന്നിയില്ല. സോ അതിലെന്തോണ്ട്. പിന്നെ ബാക്കി എല്ലാവരും കുഴപ്പമൊന്നുമില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഇനി ട്രെയിലർ വരാൻ ചാൻസ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. May 21st. അധികം ദിവസമില്ല, ഇപ്പോൾ ഏപ്രിൽ ലാസ്റ്റ് ആയല്ലോ. സോ ഇത്രയുള്ള ഗൈസ്, ബൈ.